യെസ്, വീണ്ടും വാർത്തയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. അവിടെ സ്വർണ്ണക്കൊള്ള കേസിൽ SIT സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്താൻ SITയുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടമാണിത്. ശ്രീകോവിലിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ചാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കും അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണെന്ന് 55,529 പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. യെസ്, വിവരങ്ങൾ നന്ദുഷ നൽകും ശബരിമലയിൽ നിന്ന്. നന്ദുഷ, ഇന്നിപ്പോൾ വൃശ്ചിക മാസമായി അതിന്റെ തിരക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പ്രത്യേക അന്വേഷണ സംഘം സാമ്പിൾ ശേഖരണത്തിനായി ശബരിമലയിലേക്ക് എത്തുന്നു എന്നത് കൂടിയാണ്. എപ്പോഴാണ് സംഘം അവിടെ സന്നിധാനത്തേക്ക് എത്തുക? മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ജിൽസി, സെയ്ഫ് പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ വൃശ്ചിക പുലരി എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് ഏറ്റവും കൂടുതൽ ശബരിമലയെ പറ്റി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള കേസ്. ഈ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു ദിനം കൂടിയാണിന്ന്. ശബരിമലയിൽ എത്തിയ SIT സംഘം ദ്വാരപാലക ശില്പത്തിന് മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയുടെയും അതോടൊപ്പം ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന കട്ടിളപ്പാളിയുടെയും സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തും എന്നാണ് SIT സംഘം അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള SIT സംഘം ഇന്നലെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തി സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഏതാണ്ട് 18ഓളം പേരടങ്ങുന്ന പോലീസുകാരാണ് SIT സംഘത്തിനോടൊപ്പം എത്തിയിരിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് രാവിലെ 3 മണി മുതൽ ആരംഭിച്ച ദർശനം ഏതാണ്ട് 1 മണി വരെയാണുള്ളത്. ആ സമയത്തൊന്നും പരിശോധന നടത്തുന്നില്ല. 1 മണിക്ക് നട അടച്ച ശേഷം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് 3 മണിക്ക് നട തുറക്കുന്നതിന് ഇടവേളകളിലാണ്, അല്ലെങ്കിൽ ആ ഇടയ്ക്ക് നട അടഞ്ഞു കിടക്കുന്ന സമയങ്ങളിലാണ് ഈ പരിശോധന നടത്താനായി SIT സംഘം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഭക്തജന തിരക്കും സന്നിധാനത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ പരിശോധന പൂർത്തിയാക്കാനാകുമെന്നാണ് SIT സംഘം കണക്ക് കൂട്ടുന്നത്. ഏതായാലും വളരെ വിപുലമായ ഒരു അന്വേഷണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനത്ത് ഉടനീളം നടന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അത് കുറച്ചുകൂടി കാര്യമായി നടന്നു. മുൻ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ദേവസ്വം ഭരണസമിതി ഉൾപ്പെടെ പ്രതിയായ കേസ് കൂടിയാണ് സ്വർണ്ണക്കൊള്ള എന്നതിനാൽ പത്മകുമാറിൻ്റെ ഒക്കെ വീടിന് മുന്നിൽ നമ്മൾ മാധ്യമങ്ങൾ നിരവധി തവണ പോവുകയുണ്ടായി. അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നതിനാൽ ആ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രദ്ധ കൂടി മാധ്യമങ്ങളെ സംബന്ധിച്ച് നമുക്ക് പത്മകുമാറിൻ്റെയൊക്കെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ തെളിവെടുപ്പിന് ശേഷം SIT സംഘം സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണ കടത്ത് കേസിൻ്റെ അടുത്ത ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിപ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രതികൾ പലരും ഇനി പിടിയിലാകാനിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള പലരെയും ഇനി ചോദ്യം ചെയ്യാനിരിക്കുന്നു എന്നത് കൂടിയാണ് ഈ കേസ് അന്വേഷണത്തിന് ഏറ്റവും സവിശേഷമായ കാര്യം. ഇനി തിരക്കിലേക്ക് വരികയാണെങ്കിൽ, ശബരിമലയിലെ തിരക്കിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ വൃശ്ചികം 1 മുതൽ ഒരു 10-12 വരെയൊക്കെ സാധാരണ വലിയ തിരക്കൊന്നും അനുഭവപ്പെടാറില്ല. വിർച്വൽ ക്യൂ ഒക്കെ ഫില്ലാവുന്ന ഒരു അപൂർവമായ കാഴ്ചയൊന്നും കാണാറില്ല. പക്ഷേ ഇത്തവണ ആ കാഴ്ചയ്ക്കാണ് സന്നിധാനം അല്ലെങ്കിൽ ശബരിമല സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ ചടങ്ങുകളും പൂജകളും ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ശബരിമല തുറന്ന ആദ്യ ദിവസം തന്നെ ഇന്നലെ 55,000 ആളുകളാണ് ശബരിമല ദർശനത്തിനായി എത്തിയത്. ഇതിൽ 30,000-ഓളം ആളുകൾ വിർച്വൽ ക്യൂ ബുക്കിംഗ് വഴി തന്നെയാണ് ശബരിമലയിലേക്ക് എത്തിയത്. ബാക്കി 20,000 പേർ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ വഴിയാണ് ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്ന് മുതൽ ഡിസംബർ 3 വരെ പ്രതിദിനം 70,000 പേരെ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ വിർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ആദ്യ നാളുകളിൽ ഇത്ര വലിയ തിരക്കൊന്നും കാണാറില്ല. എങ്കിൽ പോലും ഇപ്പോൾ വിർച്വൽ ക്യൂ ബുക്കിംഗ് മുഴുവൻ പൂർത്തിയായ ഒരു ഘട്ടത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഇത്രയധികം, അല്ലെങ്കിൽ ഡിസംബർ 3 മണ്ഡല മകരവിളക്ക് നാളുകളുടെ ഏതാണ്ട് പകുതിയോളം നാളുകളിൽ നിലവിൽ വിർച്വൽ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഡിസംബർ 7-8 തീയതികളിലെയും വിർച്വൽ ബുക്കിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മരക്കൂട്ടത്ത് ആളുകൾ തമ്മിൽ തിക്കും തിരക്കും ഉണ്ടായതായി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. വഴി തെറ്റിച്ച് ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഭക്തർ ഇറങ്ങുന്നുവെന്നും ഇവരെ നിയന്ത്രിക്കാനായി പോലീസ് പെടാപ്പാട് വിടുകയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. ഏതായാലും ചന്ദ്രാനന്ദൻ റോഡിലുള്ള ഈ ഭക്തന്റെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സന്നിധാനത്ത് നിലവിൽ വലിയ ഭക്തജന തിരക്കാണ്. സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലും വലിയ നീണ്ട ക്യൂ ആണുള്ളത്. സത്രം വഴി 7 മണി മുതൽ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. അവർ ഏതാണ്ട് ഉച്ചയോടുകൂടിയൊക്കെ സന്നിധാനത്തേക്ക് എത്തും. വളരെ നീണ്ട പാതയാണ്, പരമ്പരാഗത പാതയാണ്, കാനന പാതയാണ്. അവിടെ നിന്ന് നടന്ന് ഭക്തർ ഇവിടേക്ക് എത്തുന്നതോടെ ഇപ്പോഴുള്ള തിരക്കിനേക്കാൾ കൂടിയ തിരക്കിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ആളുകൾ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി, ശരി നദുഷ, എന്തായാലും ഇന്നിപ്പോൾ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. അതിനുപരിയായിട്ട് SIT
സംഘം അന്വേഷണത്തിനായി തെളിവെടുപ്പ് കുറച്ച് കാര്യങ്ങൾ ഇല്ലാസ് പിലാക്കൽ ചോദിക്കുന്നുണ്ട്, ഈ തിക്കും തിരക്കുള്ള ദിവസം തന്നെ പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് ശബരിമലയിൽ പരിശോധനയ്ക്ക് വേണ്ടി എത്തേണ്ടതുണ്ടായി. എത്ര ദിവസം പ്രസക്തമായ ചോദ്യമാണ്. പ്രസക്തമായ ചോദ്യമാണ്. കാരണം എത്ര ദിവസം നടയടച്ച് കിടന്നു, ആ സമയത്തൊന്നും വന്ന് പരിശോധന നടക്കാതെ ഈ തിരക്കിലേക്ക് ഇനി ഭക്തർക്ക് ബുദ്ധിമുട്ട്, അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടൊക്കെ അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ ഉണ്ടാവുമോ? മാത്രമല്ല ഞങ്ങൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പനെ നമ്മൾ അഭിമുഖീകരിക്കുക. കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നിമിഷം അതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പമ്പയിൽ എത്തിച്ചുള്ള ഒരു തെളിവെടുപ്പ്. എങ്ങനെ ഇദ്ദേഹം അയ്യപ്പന്റെ മുഖത്തേക്ക് നോക്കും?